നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അതിന് കുറച്ച് നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഇട്ടോ, ഉണ്ടാ കുറച്ചധികം. നെയ്ച്ചോറല്ലേ, ലാസ്റ്റ് ഇടാം കേട്ടോ. അതതിന് ഇത് ഇത്രയും സവാള, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഈ പട്ട കറിയാകുമ്പൊക്കെ ഞാൻ അതിലോട്ട് ഇടാൻ പോണേന്. എൻ്റെ അളവ് 1.5 ഗ്ലാസ് അരിക്കുള്ളതാണ് കേട്ടോ. 1.5 ഗ്ലാസ് അരിക്ക് ഇത്രയും പട്ടയും കറിയാകുമ്പോൾ ഏലക്ക 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 5-6 കറിയാമ്പ്, തക്കോലം 1 എണ്ണം ചെറുതിട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കണം കേട്ടോ. നമ്മുടെ സവാള ദേ ഈ രീതിയിലായിട്ടുണ്ട്. നെയ്യിലാണ്. അപ്പം സവാളയും വയറ്റി. ഇനി നമുക്ക് ലാസ്റ്റ് വേണേൽ ഫൈനൽ മറ്റേ വറുത്തിട്ടിടാം കേട്ടോ. സവാള നല്ല ടേസ്റ്റ് വരും. ഇനി എൻ്റെ 1.5 ഗ്ലാസ് അരിയാണ്. അതിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ്. അപ്പം ഞാനിതിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. 2 ഗ്ലാസ് ആദ്യമേ ഒഴിച്ചു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരി വാർത്ത അരിയാണ്. ഉണങ്ങി കണ്ടോ, അരി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ഈ കഴുകിയിട്ട് ഉണങ്ങിയതാണ്. അത് ഞാൻ ഇതിലോട്ട് ഇടുന്നു കേട്ടോ. ഉണ്ടല്ലേ, ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇവിടെ തന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ നേരത്തെ, ചെറിയ സിമ്മിൽ മട്ടൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ട എണ്ണ പൊങ്ങി വന്നേക്കണുണ്ടോ. ഓക്കെ, അപ്പം എൻ്റെ കുക്കറ് ഞാൻ അടച്ചു. അരി വെച്ചിട്ട് ഇവിടെ എൻ്റെ മട്ടനും റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അതൊരു മനസ്സിലൊരു തോന്നൽ വന്നു, പാടില്ല. അപ്പം ഞാൻ ഓർത്തിന്ന് മട്ടന് ഗീ റൈസ് നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ട് ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം എന്തായാലും എത്രയൊക്കെ മാസമൊക്കെ കൂടി മേടിച്ച മട്ടനൊക്കെ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.